ഹായ്, വിളക്ക് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിഷൻ ബോർഡിനെ പറ്റി മനസ്സിലാക്കാം. എന്താണ് വിഷൻ ബോർഡ്? വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തെല്ലാം ഉൾപ്പെടുത്തണം? വിഷൻ ബോർഡ് ഏതെല്ലാം ഘട്ടങ്ങളായിട്ടാണ് ചെയ്യുന്നത്? ഇതിനെപ്പറ്റി മനസ്സിലാക്കാം. എന്താണ് വിഷൻ ബോർഡ്? നിങ്ങളുടെ അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ, ലക്ഷ്യങ്ങൾ എന്നിവ ദൃശ്യപരമായി ആവിഷ്കരിക്കാൻ രൂപകൽപ്പന ചെയ്ത ശക്തമായ ഒരു ഉപകരണമായാണ് ഒരു വിഷൻ ബോർഡ് നിർവചിക്കുന്നത്. ശ്രദ്ധാപൂർവം തിരഞ്ഞെടുത്ത ചിത്രങ്ങൾ, വാക്കുകൾ, ചിഹ്നങ്ങൾ എന്നിവ ഈ ഡൈനാമിക് കൊളാഷിൽ ഉൾപ്പെടുത്തുന്നു. ഓരോന്നും നിങ്ങളുടെ ആഗ്രഹിച്ച നേട്ടങ്ങളുടെയും പ്രകടനങ്ങളുടെയും ഒരു വശത്തെ പ്രതിനിധീകരിക്കുന്നു. ഒരു വിഷൻ ബോർഡ് സൃഷ്ടിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വ്യക്തമാക്കുക മാത്രമല്ല, അചഞ്ചലമായ പ്രചോദനം വളർത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ലക്ഷ്യമിടുന്ന പോസിറ്റീവ് ഘടകങ്ങളെ ആകർഷിക്കുന്നതിൽ നിങ്ങളുടെ ശ്രദ്ധ മൂർച്ചയുള്ളതാക്കുന്നു. നെക്സ്റ്റ്, വിഷൻ ബോർഡ് തയ്യാറാക്കാൻ ഏതെല്ലാം ഘട്ടങ്ങളാണ് പാലിക്കേണ്ടത്? ഒന്നാമത്തേത്, വസ്തുക്കൾ ശേഖരിക്കുക. 2, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിർവചിക്കുക. 3, ദൃശ്യപ്രതിനിധാനങ്ങൾ കണ്ടെത്തുക. 4, നിങ്ങളുടെ ദർശന ബോർഡ് സൃഷ്ടിക്കുക. 5, നിങ്ങളുടെ വിഷൻ ബോർഡ് പ്രദർശിപ്പിക്കുക. 6, അവലോകനം ചെയ്ത് അപ്ഡേറ്റ് ചെയ്യുക. അടുത്തതായിട്ട്, വിഷൻ ബോർഡിൽ നിന്ന് പരമാവധി പ്രയോജനപ്പെടുത്താനുള്ള നുറുങ്ങുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. അതിൽ ഒന്നാമത്തേത്, പ്രാർത്ഥനയും നന്ദിയും ഉൾപ്പെടുത്തുക. 2, അത് പ്രാപ്യമായി ചെയ്യാവുന്ന തരത്തിൽ സൂക്ഷിക്കുക. 3, രാവിലെ അത് പരിശീലിക്കുക. 4, സ്ഥിരീകരണങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തുക. ഈ ചിത്രങ്ങളുമായി ഒരു വൈകാരിക ബന്ധം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ വിഷൻ ബോർഡിൽ ഒത്തിരി നമ്മുടെ ആശകളും ആഗ്രഹങ്ങളും എല്ലാം സ്റ്റിക്ക് ചെയ്യുമ്പോൾ അതിന് ഓരോന്നിനെയും പറ്റി നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അതിന് രാവിലെ എണീറ്റ ഉടനെ തന്നെ വിഷ്വലൈസ് ചെയ്യുക. അതിന് സ്ഥിരീകരണങ്ങളെ പറ്റി മനസ്സിലാക്കുക. ഓരോ ചിത്രങ്ങളിലുമായിട്ട് നമ്മൾ ഇമോഷണലി കണക്റ്റഡ് ആകുക. ഇത്തരത്തിലെല്ലാം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഒരു സുന്ദരമായ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കാൻ സാധിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തമ്പുരാൻ നിങ്ങൾക്ക് ധാരാളമായി ആയുസ്സും ആരോഗ്യവും അറിവും സമ്പത്തും നിങ്ങളെ രക്ഷിക്കണമെന്ന് മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും പ്രാർത്ഥിക്കുന്നു.